ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പറമ്പിലാണ് കേട്ടോ. നമുക്കിന്ന് കുറേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതുന്നേ. അപ്പം ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ഒരു മത്തങ്ങയാണ് കേട്ടോ. ഇപ്പോൾ ഏറ്റവും പിഞ്ച് മത്തങ്ങയാണ് ഈ സംഭവം. ഇതിന് ഏകദേശം ഒരു 3 വർഷത്തെ വളർച്ചയോടെയുണ്ട്. പിന്നെ ഒരു 3-4 നമുക്കിവിടെ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തേത് ഇതാണ്. അത്യാവശ്യം നല്ല സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ കടയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മളൊരു 2 മത്തങ്ങ പറിച്ചായിരുന്നു നമ്മുടെ അടുക്കള ആവശ്യത്തിന് വേണ്ടി കേട്ടോ. അപ്പോൾ അത് കൂട്ടാണ്ട് നമുക്കിന്ന് ഒരു 4 മത്തങ്ങയോളം ഹാർവെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്തായിട്ട് ഈ ഒരു സംഭവമാണ്. ഇത് ഞാനന്ന് മരമത്തങ്ങ എന്നൊക്കെ പറഞ്ഞ് ഒന്നൊരു ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തായിരുന്നേ. അടുത്തായിട്ട് ഈ കാണുന്ന ഒരെണ്ണമുണ്ട് കേട്ടോ. ഇതിനൊക്കെ നല്ല സൈസ് ഉണ്ട്. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറേ വെണ്ടയ്ക്ക ഇവിടെ ഹാർവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഏകദേശം എന്നെ കഴിഞ്ഞും ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ആനക്കൊമ്പൻ വെണ്ടയാണ് കേട്ടോ ഈ വെറൈറ്റി. ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് പറയുമ്പം ഈ വെണ്ടയ്ക്കൊക്കെ നല്ല സൈസായിരിക്കും കേട്ടോ. ആനക്കൊമ്പ് പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ആനക്കൊമ്പൻ വെണ്ട എന്നതിൻ്റെ പേര് വന്നത്. അപ്പോൾ ഈ സംഭവം നമ്മൾ ഓരോന്നായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ മത്തങ്ങയാണ്. മത്തങ്ങ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ തണ്ടിന് അത്യാവശ്യം നല്ലൊരു നീട്ടം ഇട്ടിട്ട് വേണം അത് ഹാർവെസ്റ്റ് ചെയ്യാനേ. അപ്പോൾ ഞാൻ അതുപോലെയാണ് ഇവിടെ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ. അതുപോലെ നമ്മൾ ബാക്കിയുള്ള മത്തങ്ങ ഇവിടെ ഹാർവെസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പം നമുക്കതൊരു വലിയ സന്തോഷമാണ് നമ്മുടെ പറമ്പിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു വിളവ് കിട്ടുക എന്ന് പറയുമ്പോൾ. ഈ സംഭവം നമ്മൾ കടയിൽ കൊടുത്തിട്ട് ഇതിന് എത്ര രൂപ കിട്ടി കാര്യങ്ങളൊക്കെ നമ്മളൊരു വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം വലിയ രീതിയിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്കൊരു ചെറിയൊരു വരുമാനം കിട്ടുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമാണത്. അടുത്തായിട്ട് നമ്മുടെ മരമത്തങ്ങയാണ് കേട്ടോ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു ലോങ് പോലെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാനൊരു ഷോർട്ടിൻ്റെ രീതിയിലാണ് എടുത്തേക്കുന്നത്. പക്ഷേ ഇതൊരു 3.5 മിനിറ്റെങ്കിലും കാണുമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 3 മത്തങ്ങയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. ഒരെണ്ണം അവിടെ നിൽപ്പുണ്ട്, പക്ഷേ അത് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ അതുകൂടെ നമുക്ക് സെറ്റ് ചെയ്യാമായിരുന്നു. പിന്നെ നമുക്ക് കുറേ വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് സെയിൽ ചെയ്യാനുള്ളതാണ് കേട്ടോ. കഴിഞ്ഞ തവണ മത്തം നട്ടപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മത്തങ്ങ കിട്ടിയായിരുന്നു കേട്ടോ. കുറേയൊക്കെ നമ്മൾ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ കുറേയൊക്കെ നമ്മൾ കറി വെച്ച് കഴിച്ചു. പിന്നെ പംകിൻ ജാം ഉണ്ടാക്കി. അതൊക്കെ നല്ല സൂപ്പർ സാധനമായിരുന്നു. ഇത്തവണ നമ്മൾ ജാമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണ ഒന്ന് ഇട്ടതായതുകൊണ്ടാണ് ഇത്തവണ അത് വീഡിയോ ആയിട്ട് ഇടാത്തത്. പിന്നെ നമ്മുടെ പച്ചക്കറി തൈകളുടെയൊക്കെ ചുവട്ടിൽ ഈ ചാരം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് ഒഴിച്ചാൽ നല്ല കായ്ഫലം കിട്ടും കേട്ടോ. ഞാനിവിടെ പരീക്ഷിച്ച് നോക്കിയതാണ്. പിന്നെ ചെറിയൊരു അളവിൽ ചാണകം കൂടെ മിക്സ് ചെയ്താൽ നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മത്തക്കൊക്കെ ആ ഒരു വളമാണ് ഇട്ട് കൊടുക്കാറ്. നമ്മളത് കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പുറത്തുള്ള ചെളി കാര്യങ്ങളൊക്കെ തൂത്ത് നല്ല ക്ലീനായിട്ട് വേണം കൊണ്ടുപോയി കൊടുക്കാൻ കേട്ടോ. അടുത്തായിട്ട് ഈ കാണുന്നത് നമ്മുടെ ചെറിയൊരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കൃഷിയാണ് കേട്ടോ. ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടു നോക്കിയതാണ്. അപ്പോൾ സംഭവം എന്തായാലും പിടിച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ ഒന്ന് നട്ടു നോക്കിയായിരുന്നു. അത് നിലത്തായിരുന്നു നട്ടത് കേട്ടോ. അതുകൊണ്ട് അത് ചെറിയ രീതിയിൽ വളർന്നു വന്നിട്ട് ബാക്കി അങ്ങ് കരിഞ്ഞു പോവുകയാണ് ചെയ്തത്. അടച്ചുമഴയും കൂടെ വന്നപ്പോൾ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിൻ്റെ തണ്ട് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കേടായിപ്പോയി. അപ്പോൾ ഇത്തവണ എന്തായാലും നമുക്കിത് പിടിച്ച് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കിതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ ഇനി വെയിറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. ഇതിൻ്റെ ലീഫോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ നിലക്കടലയുടെ ഇലയായിട്ടൊരു സാദൃശ്യം എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങളിത് നട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഉരുളക്കിഴങ്ങ് നടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ നമ്മുടെ മുള വന്ന കിഴങ്ങുകളുണ്ടല്ലോ, അതിൽ ആ മുള വന്ന ഭാഗം വെച്ച് നമുക്ക് മുറിച്ച് മാറ്റിയിടാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഫുള്ള് കിഴങ്ങായിട്ട് നടാം കേട്ടോ. എങ്ങനെ നട്ടാലും സംഭവം സെറ്റായി കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഇനി മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ലോങ് വീഡിയോ മെയിനായിട്ട് ഇടാത്തതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ സമയം മെനക്കെട്ട് എത്രയൊക്കെ എഡിറ്റ് ചെയ്തിട്ടാലും നമുക്ക് അത്ര ഒരു വ്യൂസോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഷോർട്സിൽ ഒതുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും മുന്നോട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാമേ. അപ്പോൾ ഓക്കെ, ബൈ.